എല്ലാവർക്കും കസ്കിൻ്റെ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും പയറും എലിശ്ശേരിയാണ്. ഇത് വരെ ഞാൻ ഇത് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരും ഈ വീഡിയോ കണ്ടോളാം. അപ്പോൾ നമുക്ക് വീഡിയോ പോകാം. പയറും മത്തങ്ങയും എലിശ്ശേരി വയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് പയർ എടുത്തിട്ട് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്കതൊരു ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പയർ വെന്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പയറെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ നമുക്കതിലേക്ക് അരയ്ക്കാനുള്ള നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ നന്നാക്കി ഇതേപോലെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 3 ചുവന്നുള്ളി, 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയാണ് നമുക്ക് മത്തങ്ങയും പയറും എലിശ്ശേരി വെക്കാനുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കണ പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ പയറൊന്ന് വേവാനായിട്ട് നമുക്ക് പയർ കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വെച്ചിട്ട് വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എടുത്തിട്ട് നമുക്ക് നേരിട്ടിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുക്കറിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4 വിസിലടിക്കണ വരയ്ക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പയറല്ലാതും ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പയറിൻ്റെ ഒപ്പം നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കണ്ട. പയർ മാത്രമാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 4 വിസിൽ വരുന്ന വരയ്ക്ക് കാക്കാം. ഇതൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്. ഇനി നമുക്ക് അതിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നാളികേരമൊക്കെ ഞാൻ നല്ല പോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പയറൊക്കെ വെന്ത് കഴിഞ്ഞ് മത്തങ്ങൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുന്നേ തന്നെ അരച്ചൊക്കെ വെച്ചതാണ് കേട്ടോ. പയറൊക്കെ നമുക്കൊന്ന് വെന്തോന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതേ വിസലിൻ്റെ അയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നാക്കി വെച്ചാൽ മത്തങ്ങ അല്ലാതെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മത്തങ്ങ അല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതേനാ ഇത്രയ്ക്കാണ് മുളക് പൊടി എടുത്തേക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പാണ് നമ്മളെപ്പോഴും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാറുള്ളൂ. പിന്നെ അതിന് ശേഷം കറിക്ക് പോരായി വരാണെങ്കിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ മുളക് പൊടിയൊക്കെ ഇതിലേക്ക് നന്നായി മിക്സ് ആവാനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഇത് എന്നിട്ട് നമുക്കിതിലിപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. വീണ്ടും നമുക്കൊരു 2 വിസിലടിച്ചിട്ട് ഓഫാക്കാം കേട്ടോ. 2 വിസിലടിച്ചതിന് ശേഷം ഞാൻ കുക്കറൊക്കെ ഓഫാക്കിയിട്ടാണ്. അപ്പം നമ്മുടെ എയറൊക്കെ പോയോ നോക്കാം. അപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് മത്തങ്ങയും പയറൊക്കെ വെന്തോ നോക്കാം കേട്ടോ. നമ്മുടെ മത്തങ്ങയും പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നാളികേരം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ നാളികേരമൊക്കെ അരച്ച് വെച്ചതൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ എല്ലാതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ചുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എന്താ പറയുക ചിറ്റിയിട്ടൊന്ന് കൊടുക്കാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറിലത്തെ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതല്ലാതെ നമുക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതെ നല്ല പോലെ ഒന്ന് ഇപ്പോൾ നമുക്ക് കണ്ട അത്യാവശ്യത്തിന് നമുക്കിതിൽ വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ വെള്ളമൊന്നും ഇനി ചേർക്കണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ നാളികേരത്തിൽ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ നാളികേരത്തിൻ്റെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പൊക്കെ ഉണ്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പെല്ലാതും പാകത്തിനാണ്. അപ്പോൾ നമുക്കിത് തിളയ്ക്കണ വരയ്ക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട്
തിളച്ചതിന് ശേഷം ഇത് ഓഫാക്കാം കേട്ടോ. നമ്മുടെ കൂട്ടാനൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സ്റ്റൗ ഓഫാക്കാം കേട്ടോ. നമ്മൾ താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ട്. അത് വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വേണം നമുക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വേപ്പിൻ ഇലയും പിന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് എല്ലാതും പൊട്ടി തുടങ്ങിയിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ നല്ലപോലെ നമ്മളെപ്പോഴും കുറച്ച് ഇതാണ് ചെയ്യാനായി കേട്ടോ. അതൊന്ന് ഇതാവട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. 1 ടീസ്പൂണോളം ഞാൻ നാളികേരം ഒന്ന് വറക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഒരു സ്വാദ് ഉണ്ടാവും. ഇത് എൻ്റെ ഒരു ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ചുവന്ന കളർ വരണം. അതിന് ശേഷം വേണം നമുക്കതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ മൂത്ത് തുടങ്ങി വരണമല്ലോ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണൊന്നും അടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് വിജയിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നല്ല പോലെ ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഇത് ഞാൻ എന്നും മത്തങ്ങ പയറും എലിശ്ശേരി വയ്ക്കുമ്പോൾ ചെയ്യണത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കറിയിലേക്ക് എല്ലാതും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നമ്മുടെ കാച്ചി വെച്ച പാത്രത്തിൽ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടാച്ചാറൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇതേപോലെ ചിറ്റിച്ചിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മത്തങ്ങയും പയറും എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കണം, അഭിപ്രായം പറയണം. ഓക്കെ, ടാറ്റാ, ബൈ.